നമ്മുടെ പ്രോഗ്രാംസ് ഒക്കെ തെറ്റിയല്ലേ? നോ സുദർശൻ, റാറ്റിന് ലഭിച്ച എക്സ്ട്രാ റൺ അൺഎക്സ്പെക്ടഡ് ഗിഫ്റ്റ് ആണ് ലഭ. സി, തമിഴ്നാടും കേരളവുമായി വ്യാപിച്ചു കിടക്കുന്ന 563 കിലോമീറ്റർ നീളമുള്ള പാലക്കാട് ഡിവിഷൻ. റെയിൽവേ പോലീസ് ചാർജ് ചെയ്ത ക്രിമിനൽ കേസുകളുടെ എണ്ണം 200. അതിൽ തെളിയിക്കപ്പെടാതെ കിടക്കുന്നത് 7. തെളിയിക്കപ്പെടാത്ത ആ കേസുകൾ റാറ്റ് ഏറ്റെടുക്കുന്നു. യു ആർ റൈറ്റ്. സോ ആദ്യത്തെ കേസ് ട്രെയിൻ നമ്പർ 2013 ചെന്നൈ മംഗലാപുരം സൗപർണിക എക്സ്പ്രസ്. ക്രൈം റിപ്പോർട്ട് ചെയ്തത് മധുക്കര റെയിൽവേ സ്റ്റേഷൻ അണ്ടർ പാലക്കാട് ഡിവിഷൻ. ഒരു കൊലപാതകം, 2 ആത്മഹത്യ. ഒരേ ട്രെയിൻ, ഒരേ കമ്പാർട്ട്മെന്റ്, 3 victims and all 3 of them ladies. സർ, തമിഴ്നാട് റെയിൽവേ മന്ത്രി മുരുകമാരൻ ഫ്ളാഗ് ഓഫ് ചെയ്താണ് ഈ പറയുന്ന സൗവർണ എക്സ്പ്രസ്. സംഭവം നടന്ന ഫസ്റ്റ് AC കോച്ചടക്കം മൊത്തം 17 കോച്ച് ഉണ്ടായിരുന്നു. ഒരു ഫസ്റ്റ് ക്ലാസ് AC, 2 സെക്കൻഡ് ക്ലാസ് AC. ഇതിനെല്ലാറ്റിനും കൂടി ഒരു TT. പേര് മുത്തുരാജ് എന്ന തത്തമംഗലം മുത്തു. അതെ, ബ്ലാക്ക് ടിക്കറ്റ് റാക്കറ്റിന്റെ കണ്ണിയായതിനാൽ ഇപ്പൊ സസ്പെൻഷനില്ല. വേറെ സ്റ്റാഫ്? ഒരാളും കൂടി ഉണ്ട് സർ. ഹൂ? സർ, AC ഏട്ടന്റെ സുന്ദരൻ കുതിരമൂളി, കൊല്ലങ്കോട് വില്ലേജ്, പാലക്കാട്. കുതിരമൂളിക്ക് 3 വർഷത്തെ സർവീസ് ഉണ്ട് സർ. ഈ കമ്പാർട്ട്മെന്റിൽ നടന്ന എല്ലാ സംഭവങ്ങൾക്കും മൂളി മൂകസാക്ഷി ആയിരുന്നിരിക്കണം സർ. എയർ കണ്ടീഷണർ മാത്രമല്ല, പാസഞ്ചേഴ്സിനെ അറ്റൻഡ് ചെയ്യുന്നവനാണ് അറ്റൻഡർ. സർ, ഇവനാണ് കുതിരമൂളി. ആരാ നിങ്ങൾ? നിങ്ങളല്ല, ഞങ്ങൾ. സദേൺ റെയിൽവേ ആന്റി ക്രിമിനൽ ടാസ്ക് ഫോഴ്സ്. കോംറേഡ്സ്, സർ, ഇനി സുന്ദരനും ഉണ്ടാവണം നമ്മുടെ കൂടെ. സർ, സൗപർണിക എക്സ്പ്രസിനേറ്റ കളങ്കം നമുക്ക് കഴുകി കളയണ്ടേ സുന്ദര? വേണ്ടേ? വേണം സർ. ശരിക്കും പറഞ്ഞ ട്രെയിനിൽ അന്ന് എന്തൊക്കെ നടന്നു? എനിക്ക് വലുതായിട്ടൊന്നും അറിയില്ല സർ. ചെറുതായിട്ട് പറഞ്ഞാ മതി, ഞങ്ങളത് വലുതാക്കിക്കോളാം. അന്ന് കറുത്തവാവായിരുന്നു. കരിപ്പട്ട ദിവസം. ട്രെയിനിന്റെ കന്നി യാത്ര തന്നെ മുടിഞ്ഞുപോയി. സംഭവം നടന്ന 4551 നമ്പർ ഫസ്റ്റ് AC കോച്ചിലെ യാത്രക്കാരൻ മറന്നിട്ടില്ലല്ലോ സുന്ദരൻ? ആരൊക്കെയായിരുന്നു? ചെന്നൈ മംഗലാപുരം സൗപർണിക എക്സ്പ്രസ്. എ കൂപ്പയിൽ പ്രശസ്ത നർത്തകി തുളസിമണിയായിരുന്നു സാർ. ബി കൂപ്പയിൽ സിനിമാ നടി പ്രിയ റോസ്, അച്ഛൻ രാമചന്ദ്രൻ, അമ്മ രാജമ്മ. ഡോക്ടർ അജയ് ഘോഷ്, ഡോക്ടർ രൂപേഷ് പൊതുവാൾ, ഡോക്ടർ ഗോവിന്ദ് രാഘവ്, ഡോക്ടർ മാതങ്കി വർമ്മ. ഇവരാണ് സി കൂപ്പയിലെ യാത്രക്കാർ. ഡി കൂപ്പയിൽ യാത്ര ചെയ്തവർ തമിഴ് നോവലിസ്റ്റ് സീതാരാമനും പാലക്കാട് റെയിൽവേ SP അലക്സാണ്ടർ ചെമ്പാടനും. ഈ കൂപ്പയിൽ മാധവൻ മാസ്റ്റർ, ഭാര്യ അംബിക മാധവൻ, മകൻ ബാലചന്ദ്രൻ. പിന്നെ NDTV റിപ്പോർട്ടർ ശ്രേയ മരിയ. നീ എന്നെ കൈവിടരുത് പ്ലീസ്. ഞാൻ ഊണും ഉറക്കം ഇല്ലാതെ ടിക്കറ്റുകൾ വിറ്റുണ്ടാക്കിയ ശമ്പളവും കിമ്പളവും എല്ലാം നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെലവാക്കിയിട്ടുള്ളത്. എന്റെ കന്യാകുമാരി അമ്മച്ചാണ് സത്യം. നന്ദി വേണം, നന്ദി. ഇന്നലെ നീ എന്നെ ചതിച്ചിട്ട് കണ്ണി കണ്ടവന്മാരുടെ കൂടെ പോയി. ഈ രാത്രിയെങ്കിലും നീ എന്നെ ചതിക്കരുത്. ഈ രാത്രി നീ എന്റെ കൂടെ വേണം. ചതിക്കോ എന്റെ ജോക്കർ കൂട്ടാ? നിന്നെ വച്ച് ഞാൻ കാശുണ്ടാക്കും. നമസ്കാരം കപ്പിളി. ഒരു മിനിറ്റ്, കൈയൊക്കെ വിരിവിരാന്ന് വരണം. ഒരു കളി കളിക്കാം. കളിയൊക്കെ പിന്നെ സാറിന്റെ ഡ്യൂട്ടി നോക്ക്. എനിക്ക് എന്റെ ഡ്യൂട്ടി നോക്കണം. പരിശുദ്ധമായ ചീട്ടുകളെ പുച്ഛിക്കുന്നു. നീ എന്ന് ഒരു കാലത്തും ഗതി പിടിക്കില്ലടാ. സീറ്റ് നമ്പർ 1 തുളസി മണി, സീറ്റ് നമ്പർ 2 മണി തുളസി. എന്നിട്ട് ഒന്നേ ഉള്ള തുളസി മണി, മണി തുളസി. ഇതെന്നെ മരമായോ? ഉള്ള ഒരു മണി മട്ടും ഇருக்கு. ഇതെപ്പടി? May I come in? Yes. Thank you.
സോറി, മൂക്കിന്റെ പാലം പോയി. തുളസി മണി തുളസി. ഇന്ത്യൻ റെയിൽവേ റൂൾസ് പ്രകാരം ഒരാൾക്ക് 2 പേരിൽ 2 ടിക്കറ്റ്. അത് തെറ്റാണ് ചെല്ലക്കിളി. തെറ്റാണെന്ന് എനിക്കറിയാം ടി മിസ്റ്റർ മുത്തുരാജ്. യെസ്. ആ തെറ്റ് കണ്ടില്ലെന്ന് വെക്കാനാ ഇത്. ഇന്ത്യൻ റെയിൽവേ റൂൾസ് പ്രകാരം ഇത് വാങ്ങുന്നത് തെറ്റാണ് ചെല്ലക്കിളി. നോക്കൂ. ഇപ്പൊ ശരിയായി. ഞാൻ വിചാരിച്ച ഒന്നേ ഉള്ളെന്ന്. ഒന്ന് കേക്കട്ടുമാ? ആടത്തരിയുമാ? ആമാ, ഞാൻ ഡാൻസർ. പറഞ്ഞു വരുമ്പോ നമ്മള് 2 കളിക്കാരാ. മാഡം ഡാൻസ് കളി, ഞാൻ ചീട്ട് കളി. അതെ, രാത്രി എല്ലാരും ഉറങ്ങിട്ട് ഞാൻ വരാം. നമുക്ക് ഇവിടെ ഇരുന്ന് വെളുക്ക വേഷ കളിക്കാം. വേണ്ട, എനിക്ക് കുറച്ച് പ്രൈവസി വേണം. അതെ, പ്രൈവറ്റ് ആയിട്ടാണല്ലോ കളിക്കാനുള്ളത്. അതാണ് അതിന്റെ ഒരു ശരി. ഇയാള് പോണം. അപ്പൊ ചീട്ട് കളി കളിക്കുന്നില്ല. ഈ കുട്ടിക്ക് താല്പര്യമുണ്ടെന്ന് തോന്നുന്നു. സർ, എനിക്ക് സീറ്റ് ഒന്ന് മാറ്റി തരണം. അയ്യോ, ഉങ്ങളെ സീറ്റ് 6 താ വീക്കുപ്പ. അകത്ത് ഫിലിം സ്റ്റാർ പ്രിയ റോസും ഉണ്ട്. ആടിപ്പാടി ജാലിയായിട്ട് പൊക്കൂടെ? എനിക്ക് ആ സീറ്റ് വേണ്ട സർ. അമ്മ, അത് വന്നേ സൗപർണിക എക്സ്പ്രസിൽ വേറെ 4 സീറ്റ് ഒന്നും ഇല്ലേ? എല്ലാമേ ഫുള്ള് താ. ഹജ്ജ് സീസൺ. പുടി പുടി പുടി. സർ, ഇവിടെ ഒരാളല്ലേ ഉള്ളൂ. ഞാൻ ഇവിടെ ഇരുന്നോളാം. അയ്യോ, അത് പറ്റില്ല. അതെന്താ? ഇന്ത്യൻ റെയിൽവേ റൂൾ ആണ് പറ്റില്ല എന്ന് പറഞ്ഞത്. ഞാനത് തെറ്റിക്കില്ല. കുട്ടി ചെല്ലു, ഞാൻ ചീട്ടുമായിട്ട് വരാം. അല്ല, ചാർട്ടുമായിട്ട് വരാം. വിരോധമില്ലെങ്കിൽ ഒരു ഗെയിം കൂടി കളിക്ക്. താല്പര്യമില്ല. നീ എന്തിനാടാ ഇളിച്ചുകൊണ്ടിരിക്കുന്നത്? പോടാ, പോയി ഡ്യൂട്ടി ചെയ്. മോളുടെ കിടക്കേതാ? 6. ഇരുന്നാട്ടെ. അലർജിയാ? ഒന്ന് കൊണ്ടുപോകുന്നുണ്ട് ഇയാള്. അപ്പൊ കമ്പിളി വേണ്ട അല്ലേ? ഹലോ കട്ടായി പോയി. എന്താ കമ്പിളി പോപ്പ് വേണ്ടേ? എന്താ വില? ഹേയ്, കാശൊന്നും വേണ്ട, ഫ്രീയാ. ആഹാ, എന്നാ പിന്നെ മോനിത് മുഴുവൻ നിങ്ങടെ വെച്ചേക്ക്. മമ്മി, എന്താടി? ഇപ്പൊ ഏതാ പുതിയ പടം? എന്തോ പുതിയത് സൈൻ ചെയ്യുമ്പോ അങ്ങോട്ട് അറിയിച്ചേക്കാം. മോൻ ചെല്ല്. അയ്യോടാ, പിന്നാരക്കാരൻ. ഹലോ. അയ്യോ, ഇതാര്? പ്രൊഡക്ഷൻ സാറോ? മലയാളം പ്രൊഡക്ഷൻ കമ്പനിയിലാണേ. ഹലോ, പറയൂ സർ. സാറിപ്പൊ ഞങ്ങളെയൊക്കെ മറന്നുപോയി. ഇപ്പൊ ഒരു വിളിയും ഇല്ല, പറച്ചിലും ഇല്ല. എന്തോ? ഞങ്ങളിപ്പോ മദ്രാസ് എയർപോർട്ടിൽ നമ്മളിപ്പോ ട്രെയിനിലല്ലോ ബോംബെയിലേക്ക് ഫ്ലൈറ്റ് പിടിക്കാനേ. എന്തോ? അയ്യോ, സോറി സർ, മോക്ക് ഡേറ്റ് ഇല്ല. തെലുങ്കില് 4 പടമുണ്ട്. അവിടെ അസിനെ മാറ്റി മോളെ കേറ്റി. കന്നഡയിൽ 6. അവിടെ നയൻതാര ഔട്ട്, മോള് ഇൻ. വിജയ് പടം, അജിത് പടം, വിക്രം പടം. തമിഴ് ഓഡിയൻസിന് എന്റെ മോളെ വല്ലാതെ അങ്ങ് പിടിച്ചുപോയി. ഐറ്റം ഡാൻസേ. ഹലോ. എന്റെ പൊന്ന് രാജമ്മേ, ഒന്ന് നിർത്തടി നിന്റെ ഈ നുണക്കച്ചേരി. ദേ മോളെ, നിന്റെ ഈ തള്ള തന്നെ നിന്നെ ഔട്ടാക്കും. നീ നോക്കിക്കോ. കിളവാ, വെറുതെ താൻ എന്നെ കൊണ്ട് വിധവാ പെൻഷൻ മേടിപ്പിക്കരുത്. ഹോ, എന്റെ കാവിലമ്മയെ വിളിച്ചോണ്ട് പോയി ആളെ. ഹലോ, വാട്ട് ഈസ് യുവർ നെയിം? നാദിയ മേത്ത. നാദിയ മൊയ്തു ആണോ? എന്റെ കാവിലമ്മയെ എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഇപ്പോഴും അതേ ഫേസ് കട്ട്, ഒരു മാറ്റവും ഇല്ല. സിനിമയിൽ കാണുന്ന പോലെ തന്നെ. 1000 കണ്ണുമായി കാത്തിരുന്നു. മമ്മി, ആ കുട്ടി നാദിയ മൊയ്തൊന്നും അല്ല, മലയാളിയല്ല. മോളെ, അവള് മലയാളി തന്നെ. അതല്ലയോ നിന്റെ അമ്മച്ചയുടെ പാട്ട് കേട്ടപ്പോ അവള് ജീവനം കൊണ്ട് ഓടിയേ. മിണ്ടായിരുന്നോണം. അമ്മേ, ഈ മാമ്പഴൊന്ന് കട്ട് ചെയ്തതാ. അയ്യോ മോളെ, കത്തി എടുത്തില്ല, മറന്നുപോയി. Happy birthday to you. Happy birthday to you. Happy birthday to you.
മിസ്റ്റർ ചേച്ചി, യു ആർ ദ ഓൺലി ചീഫ് ഗസ്റ്റ് ഓഫ് മൈ ബർത്ത്ഡേ പാർട്ടി. ഒരു ചീഫ് ഗസ്റ്റ് ഇല്ലാതെ വിഷമിച്ചിരിക്കുമ്പോഴാ ചീച്ചി വന്നു കയറുന്നത്. താങ്ക് യു മുദേവി. ഭൂദേവിയല്ല, മാതങ്കി. പറഞ്ഞു വരുമ്പോ രണ്ടും ഒന്നി തന്നെ. ഈ ടീറ്റിയാണെന്ന് സന്തോഷമായി. ഇന്ത്യൻ റെയിൽവേ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ട്രെയിനിൽ വെച്ച് ഐശ്വര്യമായിട്ട് ഒരാളുടെ ബർത്ത്ഡേ കേക്ക് അറുത്ത് പങ്കിട്ടെടുക്കുന്നത്. ഇതുപോലെ തന്നെ മോളുടെ കല്യാണവും ഫസ്റ്റ് നൈറ്റും പ്രസവവും എല്ലാം ഈ ട്രെയിനിൽ വെച്ച് തന്നെ നടക്കണമേ എന്റെ കന്യാകുമാരി അമ്മച്ചേ. ദാണ്ട നോക്ക്, കരുനാക്കാണ് എനിക്ക് പറഞ്ഞാ ഫലിക്കും. ഫലിക്കില്ല. ടീറ്റിയാണ് കഴിക്കാൻ കിട്ടിയതിൽ സന്തോഷായി. കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? കാപ്പി? അയ്യോ വേണ്ട. എന്നാ ചായ? അയ്യോ വേണ്ട. കോളയെങ്കിലും? അയ്യോ വേണ്ടേ വേണ്ട. എന്നാ 2 പെഗ് എടുക്കട്ടെ? സോഡ വേണ്ട. എടുത്തു വച്ചേക്ക്, അച്ചാറുമായിട്ട് വരാം. ബോറൻ. ദേ, എല്ലാരോടായിട്ട് ഞാൻ പറയാം, അയാളെങ്ങാനും ഇങ്ങോട്ട് തിരിച്ചു വന്നാ അയാളെ ഞാൻ കൊല്ലും. എക്സ്ക്യൂസ് മീ, ഞാൻ തൊട്ടടുത്ത കൂപ്പയിലാണേ. ഈ മൽഗോവ മാമ്പഴം കഴിക്കുന്ന ശീലം ചെറുപ്പം തൊട്ടേ എനിക്കുള്ളതാണ്. മുറിക്കാനാ കത്തിയുണ്ടോ കടം തരാൻ? മാമ്പഴം സൂക്ഷിച്ചു മുറിക്കണേ, ഇല്ലെങ്കിൽ മുറിയും. ബ്ലീഡിങ് വന്നാ പിന്നെ